പാലക്കാടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപനില റിപ്പോർട്ട് ചെയ്ത 39 ഡിഗ്രി റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് പാലക്കാട്. പക്ഷേ അതിന് മുകളിലായിട്ട് തെരഞ്ഞെടുപ്പ് ചൂട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 നിയമസഭാ മത്സരങ്ങൾ നടക്കുമ്പോഴും BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. LDFിൻ്റെ സ്വതന്ത്രനായി NMR റസാഖ് കൂടി വന്നതോടുകൂടി അവിടെ ശക്തമായൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. UDFിൻ്റെ രമേഷ് പിഷാരടിയും NDAയുടെ ശോഭാ സുരേന്ദ്രനും ഈ റസാഖും കൂടെ വന്നതോടുകൂടി ശക്തമായി ഈ കഠിനമായ ചൂടിൽ ശക്തമായൊരു മത്സരം തന്നെ നടക്കാൻ പോവുകയാണ്. പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത്, അതായത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ആരോപണങ്ങൾക്കെതിരെ ശരിക്കും ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടികൾ അങ്ങനെയാണ്. അതുമാത്രമല്ല, രമേഷ് പിഷാരടി പറയുന്നത് അദ്ദേഹത്തിനെ തമാശക്കാരനോ സിനിമാക്കാരനോ ആയിട്ട് കാണണ്ട, യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടു വോട്ട് ചെയ്യണമെന്നാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇത്രയും ദുർബലരായ 2 സ്ഥാനാർത്ഥികളെയാണ് എതിരെ കിട്ടിയിരിക്കുന്നത്. അത് അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം എത്രയോ മുതിർന്ന നേതാക്കന്മാർ പാലക്കാട് ഉള്ളപ്പോഴും ഇടതുപക്ഷവും BJP എന്തുകൊണ്ട് ഇതുപോലെ സാധാരണ വളരെ പ്രതിയോഗിയെന്ന് പറയാൻ പോലും ഒക്കാത്ത ഈ 2 പേരെ നിർത്തിയിരിക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അത് NDAയുടെ ആത്മവിശ്വാസം ഉയർത്തുകയാണ്. അതുപോലെ തന്നെ ഈ റസാഖ് കൂടെ വന്നതോടുകൂടി ഇടതുപക്ഷം അവരുടെ സ്ഥാനം ശക്തമായി ഉറപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലാണ്. അപ്പോൾ ഏതായാലും കഠിനമായ ചൂടിൽ ഈ കഠിനമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്താണ് വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ RK പൾസസ് സ്പൈസസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പൗഡർ.